സംസ്ഥാന സമ്മേളനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ കോഴിക്കോട് തുടങ്ങി. മാർച്ച് 2, 3, 4 തീയതികളിലായാണ് സമ്മേളനം നടക്കുക. മാനാഞ്ചിറ അശോക ഹോസ്പിറ്റലിന് സമീപം സംഘാടക സമിതി ഓഫീസ് ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങും. രാവിലെ 10 മണിക്കാണ് ഓഫീസ് ഉദ്ഘാടനം. വിശദാംശങ്ങളുമായി റിയാസ് കെ.മാർ ചേരുന്നുണ്ട്. റിയാസ്, അല്പസമയത്തിനകം ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കും. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിഒയുടെ സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിലായാണ് കോഴിക്കോട് നടക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ എന്നല്ല രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ടെലികോം സേവന ദാതാക്കളാണ് ഈ കേരള വിഷൻ എന്ന് പറയുന്നത്. കേരള വിഷൻ്റെ കേബിൾ ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് COA എന്ന് പറയുന്നത്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ആ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ 5000 വരുന്ന പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമ്മേളനം, അത് മാർച്ച് മാസത്തിൽ നടക്കുന്നു. അതിൻ്റെ മുന്നോടിയായുള്ള ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ ഇപ്പോഴിതാ ഇവിടെ കോഴിക്കോട് അശോക ഹോസ്പിറ്റലിൻ്റെ നേരെ മുൻവശത്തായി ഇതിൻ്റെ സംഘാടക സമിതി ഓഫീസ് അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, സിഒയുടെ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. സിഒയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. സിഒയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. മൻസൂറും ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും ഒരു ചരിത്ര സംഭവം സിഒയെ സംബന്ധിച്ച് നടക്കാൻ പോകുന്നു. സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വരാൻ പോകുന്നു. എന്തൊക്കെയാണ് ഈ കോഴിക്കോട് സമ്മേളനത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ? നമ്മൾ കോഴിക്കോട് സമ്മേളനം നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പം കോഴിക്കോട് SK പൊറ്റക്കാട് ഹാളിൽ വെച്ചിട്ട് 3ാമത്തെ സമ്മേളനം ആണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ഈ പ്രസ്ഥാനം ഈ നിലയിലേക്ക് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയ സമ്മേളനം എന്ന് പറയുന്നത്. അതിനുശേഷം ആദ്യമായിട്ടാണ് കോഴിക്കോട് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കുമ്പം ഒട്ടേറെ സവിശേഷതകൾ ഈ സമ്മേളനത്തിനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഒരു സമ്മേളനത്തിലേക്ക് എത്തുന്നത്. ഇപ്പോഴും നമ്മുടെ ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം KSEB പോളുമായി ബന്ധപ്പെട്ട് വലിയ ഇഷ്യൂ നിലനിൽക്കുന്നു. ഇതിനുവേണ്ടി വളരെ ഏറെ കാലം നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ, സമ്മർദ്ദങ്ങൾ, രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടും സാധാരണ കേബിൾ ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം കൃത്യമായി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാലും നമ്മൾ നമ്മുടെ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്നത്. അതിൻ്റെ എല്ലാ പരിപാടികളും പൂർത്തിയായി വരികയാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ സംഘാടക സമിതി ഓഫീസിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ മുസഫർ അഹമ്മദ് ഏതാനും സമയങ്ങൾക്കകം ഇവിടെ നിർവഹിക്കുന്നതാണ്. അതുപോലെ തന്നെ കൗൺസിലർമാരൊക്കെ തന്നെ നമ്മൾ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അനുബന്ധ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 27, 28, 29 വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സെമിനാർ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1-ാം തീയതി നമ്മൾ പതാക ജാഥയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2-ാം തീയതി നമ്മുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് നമ്മളുടെ 5000-ഓളം വരുന്ന ഓപ്പറേറ്റർമാരുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ഘോഷയാത്ര നടത്താൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. ഏതായാലും കോഴിക്കോട് ഈ നമ്മുടെ സമ്മേളനം എന്ന് പറയുന്നത് വലിയ ചരിത്രത്തിലേക്ക് എഴുതി ചേർക്കപ്പെടുന്ന രീതിയിലുള്ളൊരു സമ്മേളനമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഈ 3ാം സമ്മേളനത്തിൽ നിന്നും 14ാമത്തെ സമ്മേളനത്തിൽ എത്തുമ്പോൾ ഇപ്പോൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടെലികോം രംഗത്തായാലും അല്ലെങ്കിൽ മാധ്യമ രംഗത്തായാലും കുത്തകകൾക്കൊരു ജനകീയ ബദലൊരുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. രാജ്യത്തെ 8ാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആ ഒരു നേട്ടത്തെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മൾ 2005 ശേഷമാണ് ഒരു ക്യാപ്ഷൻ മുന്നോട്ട് വെക്കുന്നത്. അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന് പറയുന്ന ക്യാപ്ഷൻ നമ്മൾ മുന്നോട്ട് വെക്കുമ്പം യഥാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് അത് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് COA മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതാണ് നമ്മളുടെ COA നേതൃത്വം കൊടുക്കുന്ന കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനി ശരിയാണ്, ഇന്ന് ഇന്ത്യ രാജ്യത്തെ 3000-ഓളം വരുന്ന MSOകളിൽ ഇന്ന് 8ാം സ്ഥാനത്തേക്ക്, ഇന്ത്യയിലെ 8ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നതിൽ വലിയ അഭിമാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ആ രീതിയിൽ ഡിജിറ്റലൈസേഷൻ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കുത്തകകൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടമാണ് കേരളത്തിനകത്ത്. മറ്റ് കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവർക്ക് ഇടം പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം സത്യത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന് പറയുന്ന ക്യാപ്ഷൻ നമ്മൾ മുന്നോട്ട് വെച്ചപ്പം
ആ ക്യാപ്ഷൻ യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിനകത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൽ നമ്മൾ പോകുമ്പം നമ്മുടെ പിന്നോട്ടുള്ള ഓരോ നമ്മുടെ അനുഭവങ്ങളും നമുക്ക് കാണുന്നത്. തീർച്ചയായും വിദ്യ, കാരണം ഈ 14ാമത് സംസ്ഥാന സമ്മേളനത്തിലേക്ക് COA എത്തുമ്പോൾ തുടക്കത്തിൽ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ കുത്തക ഭീമന്മാരിൽ നിന്നും നേരിട്ട വെല്ലുവിളികളെല്ലാം അതിജീവിക്കാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോഴും COA ചില വെല്ലുവിളികൾ കേബിൾ TV ഓപ്പറേറ്റർമാർ നേരിടുന്നുണ്ട്. അത് ഈ കോർപ്പറേറ്റുകളിൽ നിന്നുള്ള വെല്ലുവിളികൾ തന്നെയാണ്. അതിനെ കൂടി ഈ ജനകീയ ബദലിലൂടെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് COAയുടെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിലൂടെ കോഴിക്കോട് വെച്ച് പ്രഖ്യാപിക്കാൻ COA ഒരുങ്ങുന്നത്. വിദ്യ, എന്തായാലും ഈ സംഘാടക സമിതി ഓഫീസ് അല്പസമയത്തിനകം കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ, ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ഈ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് KC ശോഭിത അടക്കമുള്ള സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഈ ചടങ്ങിൽ സംബന്ധിക്കും. വിദ്യ, റിയാസ് വ്യക്തമാണ്.